ഇന്ന് നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതായത് 20 മാർക്കിന്റെ ടോപ്പിക്കാണ് നമ്മൾ റിവിഷൻ ചെയ്യാൻ പോകുന്നത്. 20 മാർക്കിന്റെ. ഓക്കെ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന 3 ഭാഗങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോ ചോദ്യങ്ങളായിട്ട് എടുക്കുക, ഏറ്റവും നന്നായിട്ട് ഉത്തരങ്ങൾ ചെയ്യുക, റിലേറ്റഡ് ഫാക്ട്സ് ചോദിക്കുമ്പം നന്നായിട്ട് തന്നെ ആൻസറും ചെയ്യുക. ഓക്കേണേ, ചെയ്തോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തേ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തിരഞ്ഞെടുക്കുക എന്നതാണ്. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തിരഞ്ഞെടുക്കുക എന്നതാണ് ചോദ്യം. പോട്ടെ, വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാ? പാടൊന്നുമില്ല, എളുപ്പമാണ്. വളരെ ക്ഷയരോഗം വായുവിലൂടെ ആണോ പകരുന്നത്? ക്ഷയം വായു ആണോ? ക്ഷയരോഗം പകരുന്നത് വായുവിലൂടെയാണോ? അതെ അല്ലേ, ക്ഷയരോഗം പകരുന്നത് വായുവിലൂടെയാണ്. ക്ഷയരോഗം വായുവിലൂടെയാണ്. ടൈഫോയിഡ് പകരുന്നത് എങ്ങനെയാ? ടൈഫോയിഡ് എങ്ങനെയാ പകരുന്നത്? ടൈഫോയിഡ് ക്ഷയരോഗം വായുവിലൂടെയാണ്. ടൈഫോയിഡ് എങ്ങനെയാ പകരുന്നത്? പറ. ടൈഫോയിഡ് പെട്ടെന്ന് നമ്മുടെ റെസ്പോണ്ട് ഇത് ഉറങ്ങരുത് ക്ലാസ്സിൽ കയറി. ടൈഫോയിഡ് എങ്ങനെയാ? ടൈഫോയിഡ് മലിനജലം അല്ലേ? മലിനജലത്തിലൂടെ പകരുന്നതാണ് ടൈഫോയിഡ്, മലിനജലം. ഓക്കെ, ചിക്കൻ ബോക്സ് എങ്ങനെയാ പകരുന്നത്? ചിക്കൻ ബോക്സ് എങ്ങനെയാ? ചിക്കൻ ബോക്സ് വായു. ഓക്കെ, എലിപ്പനി എങ്ങനെയാ പകരുന്നത്? എലിപ്പനി മലിനജലം അല്ലെ? എലിപ്പനി മലിനജലം. ഓക്കെ, വളരെ ഈ എലിപ്പനി എങ്ങനെ പകരുമെന്ന് കേട്ട് കഴിഞ്ഞാല്, എലിപ്പനി ഞാൻ ചോദിക്കട്ടെ, എലിപ്പനി ഏതൊക്കെ ജീവികൾ വഴിയാണ് പകരുന്നതെന്ന് അറിയോ? നിങ്ങൾ മലിനജലം പറഞ്ഞു, എലിപ്പനി ഏതൊക്കെ ജീവികൾ വഴിയാണ് പകരുന്നതെന്ന് അറിയോ? ഏതൊക്കെ ജീവികൾ വഴിയാണ് എലിപ്പനി പകരുന്നേ? എലി, നായ, അതുപോലെ പൂച്ച തുടങ്ങിയ ചെറിയ സസ്തനികൾ. കേട്ടാ, എലി, നായ, പൂച്ച തുടങ്ങിയ ചെറിയ സസ്തനികൾ. അതെ, സൂണോട്ടിക്കാണ്. ജന്തുക്കളിലൂടെ പകരുന്ന എല്ലാ രോഗങ്ങളും സൂണോട്ടിക്ക് തന്നെയാണ്. എലി, നായ തുടങ്ങിയ ചെറിയ സസ്തനികൾ ഇവയുടെ മൂത്രത്തിലൂടെ ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ എന്ത് ചെയ്യും കുട്ടികളെ? ആ മലിനജലത്തിലേക്ക് കലരും. മനസ്സിലായോ? ഓക്കെ, എലി, അതുപോലെ പൂച്ച, നായ തുടങ്ങിയ ചെറിയ സസ്തനികൾ, ആ സസ്തനികളുടെ മൂത്രത്തിലൂടെ ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന ബാക്ടീരിയ എന്ത് ചെയ്യും? മലിനജലത്തിലോട്ട് പകരും. മലിനജലത്തിൽ വരുന്ന ഈ ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ മനുഷ്യനുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ മനുഷ്യന്റെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടെങ്കിൽ ആ മുറിവുകൾ വഴി നമ്മുടെ ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുകയും ആന്തരിക അവയവങ്ങളിൽ രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥയാണ് എന്ന് പറയുന്നത് കുട്ടികളെ എലിപ്പനി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ എലിപ്പനി പകരുന്നത് മലിനജലത്തിലൂടെയാണ്. അത് പഠിച്ചു വെച്ചോണേ. എലിപ്പനി പകരുന്നത് മലിനജലത്തിലൂടെയാണ്. ഓക്കെ, എലിപ്പനി സൂണോട്ടിക് ഡിസീസ് ആണെന്നുള്ളത് സൂണോട്ടിക് ഡിസീസ് ആണ്. എന്താണ് സൂണോട്ടിക് ഡിസീസ് എന്ന് കേട്ട് കഴിഞ്ഞാല്, ജന്തുക്കളിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരുന്ന രോഗങ്ങളാണ് സൂണോട്ടിക് ഡിസീസ് എന്ന് പറയുന്നത് അല്ലേ? ജന്തുക്കളിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരുന്ന രോഗങ്ങളാണ് എന്ത്? സൂണോട്ടിക് ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് ഏതൊക്കെ വരും? വായുവിലൂടെ പകരുന്നത് ക്ഷയവും ചിക്കൻ ബോക്സും ആണ്. ഓപ്ഷൻ ബി ആൻസർ ആയിട്ട് വരും. 1, 3 എന്നിവയാണ് ആൻസർ അല്ലേ? ഓപ്ഷൻ ബി ആണ് 1, 3 എന്നിവയാണ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത് നമ്മുടെ ജൂലൈ മാസം 18-നും പിന്നെ ഓഗസ്റ്റ് മാസത്തിലുമായിട്ട് നടക്കുന്ന 10th പ്രിലിംസിന് വേണ്ടിയിട്ട് ഒരു ഫൈനൽ മാരത്തോൺ ബാച്ച് നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു കോഴ്സിന്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. ലൈവ് ബാച്ച് ആണ്. ടോട്ടൽ ക്ലാസ് എല്ലാം ലൈവ് ആണ് വരുന്നത്. 379 രൂപയാണ് ടോട്ടൽ ഫീസ് വരുന്നത്. ഓക്കെ, അപ്പം ഇനിയും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങുക. ഇതുവരെ കഴിഞ്ഞ ക്ലാസ്സുകളുടെ, അതായത് ഒരാഴ്ചയായി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന്റെ റെക്കോർഡ് അവൈലബിൾ ആണ്. ബാക്കിയുള്ള ക്ലാസ് നിങ്ങൾക്ക് ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു 10 മോഡൽ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സാമിന് മുമ്പേ തന്നെ അറ്റൻഡ് ചെയ്ത് പോകാൻ പറ്റും കേട്ടോ. ഓക്കെ അല്ലേ? ശരി, അപ്പൊ ജോയിൻ ചെയ്യുക പെട്ടെന്ന്. അടുത്ത്, ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് ഏതാണ്? ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് ഏതാണ്?
ആഹാര വസ്തുക്കൾ കടിച്ചു കയറാൻ സഹായിക്കുന്ന പല്ല് കോമ്പല്ലാണല്ലേ, കോമ്പല്ല് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ആഹാര വസ്തുക്കൾ കടിച്ചു കീറുന്നത് കോമ്പല്ല് ഉപയോഗിച്ചുകൊണ്ടാണ്. ഈ ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ ഉപയോഗിക്കുന്ന പല്ല് ഏതാ? കടിച്ചു മുറിക്കാൻ ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ ഉപയോഗിക്കുന്ന പല്ല് ഏതാ? മുറിക്കാനാണെങ്കിൽ ഉളിപ്പല്ല്, കടിച്ചു മുറിക്കാൻ ഉളിപ്പല്ല്. ചവച്ചരയ്ക്കാനാണെങ്കിൽ ചർവണകവും അഗ്രചർവണകവും അല്ലെ. ചവച്ചരയ്ക്കാനാണെങ്കിൽ ചർവണവും അഗ്രചർവണവും, ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അടുത്തൊരു ചോദ്യം, ലിംഗാധിഷ്ഠിത അക്രമ സാമൂഹിക ദുരുപയോഗത്തിന് ഇരയായവർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ലിംഗാധിഷ്ഠിത അക്രമ സാമൂഹിക ദുരുപയോഗത്തിന് ഇരയായവർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി എന്ന് കേട്ട് കഴിഞ്ഞാല് എല്ലാവർക്കും അറിയായിരിക്കും, ഭൂമികയാണ്. ഓക്കെ, ഭൂമികയാണ് എന്റെ ആൻസർ കേട്ടോ. ലിംഗാധിഷ്ഠിത അക്രമ സാമൂഹിക ദുരുപയോഗത്തിന് ഇരയായവർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഏത് കുട്ടികളെ? ഭൂമിക. ഓക്കെ, നിരാമയ എല്ലാവർക്കും അറിയായിരിക്കും. നിരാമയ എന്താണ്? നിരാമയ എന്ന് വെച്ച് കഴിഞ്ഞാല് അംഗപരിമിതർക്കുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് ഏത്? നിരാമയ. അംഗപരിമിതർക്കുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് ഏത് കുട്ടികളെ? നിരാമയ. അംഗപരിമിതർക്കുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ. മൃതസഞ്ജീവനി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവയവദാന പദ്ധതിയാണ് അല്ലെ. അവയവദാന പദ്ധതിയാണ് ഏത്? മൃതസഞ്ജീവനി. അവയവദാന പദ്ധതിയാണ് ഏത്? മൃതസഞ്ജീവനി. ഓക്കെ അല്ലേ? അവയവദാന പദ്ധതിയാണ് ഏത്? മൃതസഞ്ജീവനി. ഓക്കെ. ഈ അവയവദാന പദ്ധതിയായ മൃതസഞ്ജീവനിയുടെ പരസ്യങ്ങളിൽ അഭിനയിക്കുന്ന നടനാരാണ്? അവയവദാന പദ്ധതിയായിട്ടുള്ള മൃതസഞ്ജീവനിയുടെ പരസ്യങ്ങളിൽ അഭിനയിക്കുന്ന നടനാരാണ്? അവയവദാന പദ്ധതിയായിട്ടുള്ള മൃതസഞ്ജീവനിയുടെ പരസ്യങ്ങളിൽ അഭിനയിക്കുന്ന നടനാരാണ്? ആരാണ് അഭിനയിക്കുന്നത്? പറഞ്ഞേ. മോഹൻലാൽ, ലാലേട്ടനാണ് അഭിനയിക്കുന്നത്. ഓക്കെ അല്ലേ? നിങ്ങൾ കെ സോട്ടോ എന്ന് കേട്ടിട്ടുണ്ടോ? കെ സോട്ടോ എന്ന് കേട്ടിട്ടുണ്ടോ? കെ സോട്ടോ എന്താണ്? കെ സോട്ടോ നിങ്ങൾക്ക് ചോദിക്കും, കെ സോട്ടോ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? കെ സോട്ടോ എന്താ കുട്ടികളെ? കെ സോട്ടോയുടെ പൂർണ്ണ രൂപം ഇതാണ്: കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ. എന്താ കുട്ടികളെ? കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ. കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ ആണ് ഏത്? കെ സോട്ടോ. കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ ആണ് കെ സോട്ടോ. കെ സോട്ടോ എവിടെയാ സ്ഥിതി ചെയ്യുന്നേ? കെ സോട്ടോ എവിടെയാ സ്ഥിതി ചെയ്യുന്നേ? കെ സോട്ടോയുടെ ആസ്ഥാനം വരുന്നത് എവിടെയാണ്? നമ്മുടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്താണ് ആസ്ഥാനം വരുന്നത് കേട്ടോ. കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ ആണ് കെ സോട്ടോയുടെ ആസ്ഥാനം വരുന്നത് തിരുവനന്തപുരമാണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ രക്തദാന ഗ്രാമപഞ്ചായത്ത് ഏതാ കുട്ടികളെ? സമ്പൂർണ്ണ രക്തദാന ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ രക്തദാന ഗ്രാമപഞ്ചായത്ത് ഏതാണ്? സമ്പൂർണ്ണ രക്തദാന ഗ്രാമപഞ്ചായത്ത് ഏതാ കുട്ടികളെ? കേരളത്തിൽ ആദ്യ സമ്പൂർണ്ണ രക്തദാന ഗ്രാമപഞ്ചായത്ത് ഏതാണ്? മിടുക്കിയ. ഏത് മിടുക്കി? ആർക്കാണ് മിടുക്കി? മടിക്കൈ കാസർഗോഡ് കേട്ടോ. മടിക്കൈ കാസർഗോഡ്. കേരളത്തിൽ ആദ്യ സമ്പൂർണ്ണ രക്തദാന പഞ്ചായത്തിന്റെ പേര് മടിക്കൈ കാസർഗോഡ്. ഓക്കെ. അപ്പൊ അവിടെയുള്ള ആൾക്കാരുടെ കൈക്ക് രക്തം ദാനം ചെയ്യാൻ മടിയില്ലെന്ന് ഓർത്ത് വെച്ചിരുന്നത് കേട്ടോ. മടിയില്ലാത്ത കൈകൾ, രക്തദാനം ചെയ്യാൻ മടിയില്ലാത്ത കൈകൾ. അപ്പൊ മടിക്കൈ കാസർഗോഡ്. ഓക്കെ. ലോക രക്തദാന ദിനം ആർക്കെങ്കിലും പറയാവോ? ലോക രക്തദാന ദിനം ആർക്കെങ്കിലും പറയാവോ കുട്ടികളെ? ലോക രക്തദാന ദിനം. ടെൽ മീ ലോക രക്തദാന ദിനം പറഞ്ഞേ.
ലോക രക്തദാന ദിനം ജൂൺ 14 ജൂൺ 14 ലോക രക്തദാന ദിനം ജൂൺ 14. ദേശീയ രക്തദാന ദിനം ഏതാ? ദേശീയ രക്തദാന ദിനം ഏതാണ്? ദേശീയ രക്തദാന ദിനം ഏതാണ്? ലോക രക്തദാന ദിനം ജൂൺ 14 ആണെങ്കിൽ ദേശീയ രക്തദാന ദിനം ഒക്ടോബർ 1 ഒക്ടോബർ 1 കേട്ടോ. ഒക്ടോബർ 1 ദേശീയ രക്തദാന ദിനം. ഞാൻ നിങ്ങൾക്ക് റീസെന്റ് ആയിട്ട് ചോദിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്. ലോക പ്രതിരോധ കുത്തിവയ്പ് ദിനം ഏതാണ് കുട്ടികളെ? ലോക പ്രതിരോധ കുത്തിവയ്പ് ദിനം അല്ലെങ്കിൽ വാക്സിനേഷൻ ഡേ ഏതാണ്? ലോക പ്രതിരോധ കുത്തിവയ്പ് ദിനം ഏതാണ്? ലോക പ്രതിരോധ കുത്തിവയ്പ് ദിനം ഏതാണ്? ലോക പ്രതിരോധ കുത്തിവയ്പ് ദിനം ഏതാണ്? പറഞ്ഞേ. ലോക പ്രതിരോധ കുത്തിവയ്പ് ദിനം ഏതാ? നവംബർ 10 നവംബർ 10 ലോക പ്രതിരോധ കുത്തിവയ്പ് ദിനം. നവംബർ 10 ലോക പ്രതിരോധ കുത്തിവയ്പ് ദിനം. ദേശീയ പ്രതിരോധ കുത്തിവയ്പ് ദിനമാണ് ചോദിക്കുന്നതെങ്കിൽ മാർച്ച് 16 ദേശീയ പ്രതിരോധ കുത്തിവയ്പ് ദിനമാണ് ചോദിക്കുന്നതെങ്കിൽ മാർച്ച് 16. ഇത് പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. നവംബർ 10 ലോക പ്രതിരോധ കുത്തിവയ്പ് ദിനം, ലോക വാക്സിനേഷൻ ഡേ, വേൾഡ് വാക്സിനേഷൻ ഡേ അല്ലെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ ഡേ. ഓക്കെ. മാർച്ച് 16 ദേശീയ പ്രതിരോധ കുത്തിവയ്പ് ദിനം. ദേശീയ പ്രതിരോധ കുത്തിവയ്പ് ദിനം മാർച്ച് 16. അതുപോലെ റീസെന്റ് ആയിട്ട് ചോദിച്ചു, ഒബിസിറ്റി ഡേ ചോദിച്ചു. പൊണ്ണത്തടി ദിനം, പൊണ്ണത്തടി ദിനം, പൊണ്ണത്തടി ദിനം, പൊണ്ണത്തടി, ഒബിസിറ്റി ഡേ, പൊണ്ണത്തടി ദിനം, പൊണ്ണത്തടി ദിനം പറഞ്ഞേ. പൊണ്ണത്തടി ദിനം, പൊണ്ണത്തടി ദിനം പറഞ്ഞേ. പൊണ്ണത്തടി ദിനം, പൊണ്ണത്തടി, പൊണ്ണത്തടി, ഒബിസിറ്റി ഡേ, പൊണ്ണത്തടി ദിനം. ആർക്കും അറിഞ്ഞൂടാ പൊണ്ണത്തടി ദിനം. ചോദിച്ച ക്വസ്റ്റ്യനൊക്കെ നിനക്കൊക്കെ റിവിഷൻ ചെയ്ത് വെച്ചൂടെ നിനക്കൊക്കെ? പൊണ്ണത്തടി ദിനം പറ. മാർച്ച് മാസമാണ്, മാർച്ച് മാസമാണ്. ദേശീയ സുരക്ഷാ ദിനവും അതാണ്. ദേശീയ സുരക്ഷാ ദിനവും അതാണ്. മാർച്ച് 4 മാർച്ച് 4 കേട്ടോ. മാർച്ച് 4 ലോക പൊണ്ണത്തടി ദിനം ചോദിച്ചാലോ, ലോക പൊണ്ണത്തടി ദിനം ചോദിച്ചാലോ, അതുപോലെ തന്നെ ദേശീയ സുരക്ഷാ ദിനം ചോദിച്ചാലോ മാർച്ച് 4 കേട്ടോ. മാർച്ച് 4 ലോക പൊണ്ണത്തടി ദിനം ചോദിച്ചാലോ ദേശീയ സുരക്ഷാ ദിനം ചോദിച്ചാലോ ഏതാ കുട്ടികളെ? മാർച്ച് 4 മാർച്ച് 4 കേട്ടോ. മാർച്ച് 4. ഓക്കെ, ക്ലിയർ ആണ്. ലോക പൊണ്ണത്തടി ദിനം, ദേശീയ സുരക്ഷാ ദിനം. ലോക പൊണ്ണത്തടി ദിനം, ദേശീയ സുരക്ഷാ ദിനം. ഓക്കെ, ക്ലിയർ ആണ്. ശരി. കേരളത്തിൽ ആദ്യത്തെ സമ്പൂർണ്ണ രക്തദാന പഞ്ചായത്ത് മടിക്കൈയാണെങ്കിൽ സമ്പൂർണ്ണ നേത്രദാന പഞ്ചായത്ത് ഏതാണ്? നേത്രദാന പഞ്ചായത്ത് ഏതാ കുട്ടികളെ? നേത്രദാന പഞ്ചായത്ത് ഏതാ? സമ്പൂർണ്ണ നേത്രദാന പഞ്ചായത്ത് ഏതാ? പറഞ്ഞേ. നേത്രദാന പഞ്ചായത്ത് ഏതാ? നേത്രദാന പഞ്ചായത്ത് ചെറുകുളത്തൂർ. ചെറുകുളത്തൂരാണ് കേട്ടോ. ചെറുകുളത്തൂരാണ്. ചെറുകുളത്തൂർ കോഴിക്കോടാണ്. ചെറുകുളത്തൂർ കോഴിക്കോടാണ്. നേത്രദാന പഞ്ചായത്ത് ചെറുകുളത്തൂർ കോഴിക്കോടാണ്. നമ്മളെ കണ്ണ് നോക്കിയടാ. കണ്ണൊരു ചെറിയ കുളമല്ലേ? കണ്ണൊരു ചെറിയ കുളമാണ്. അപ്പൊ കണ്ണൊരു ചെറിയ കുളമായതുകൊണ്ട് ചെറുകുളത്തൂർ കോഴിക്കോട്. നേത്രദാന പഞ്ചായത്ത് ചെറുകുളത്തൂർ കോഴിക്കോട്. അവയവദാന പഞ്ചായത്ത് ഏതാ? സമ്പൂർണ്ണ അവയവദാന പഞ്ചായത്ത് ഏതാ? സമ്പൂർണ്ണ അവയവദാന പഞ്ചായത്ത് ഏതാ? കേരളത്തിൽ ആദ്യം സമ്പൂർണ്ണ അവയവദാന പഞ്ചായത്തും ഏത് തന്നെയാണ്? ചെറുകുളത്തൂർ കോഴിക്കോട് തന്നെയാണ് കേട്ടോ. സമ്പൂർണ്ണ അവയവദാന പഞ്ചായത്ത് ചോദിച്ചാലും ചെറുകുളത്തൂർ കോഴിക്കോടാണ്. ചെറുകുളത്തൂർ കോഴിക്കോടാണ്. ഓക്കെ, ശരി. അപ്പൊ അത് മനസ്സിലായി. എങ്കിൽ പറഞ്ഞേ കുട്ടികളെ, സമന്വയ പദ്ധതി എന്താണ്? സമന്വയ പദ്ധതി. വീഡിയോ സ്റ്റക്ക് ആവുന്നുണ്ടോ? വീഡിയോ ഓഡിയോ എല്ലാം സ്റ്റക്ക് ആവുന്നുണ്ടോ? അതോ വീഡിയോ മാത്രമാണോ സ്റ്റക്ക് ആവുന്നത്? അവയവദാന പദ്ധതി ട്രാൻസ്ജെൻഡേഴ്സിനുള്ള തുടർ വിദ്യാഭ്യാസ പദ്ധതിയാണ്. ട്രാൻസ്ജെൻഡേഴ്സിനുള്ള തുടർ വിദ്യാഭ്യാസ പദ്ധതിയാണ് ഏത്? സമന്വയ എന്ന് പറയുന്നത്. ട്രാൻസ്ജെൻഡേഴ്സിനുള്ള തുടർ വിദ്യാഭ്യാസ പദ്ധതിയാണ് ഏത് കുട്ടികളെ? സമന്വയ. ട്രാൻസ്ജെൻഡേഴ്സിനുള്ള തുടർ വിദ്യാഭ്യാസ പദ്ധതിയാണ് ഏത് കുട്ടികളെ? സമന്വയ. ഓക്കെ അല്ലേ? ട്രാൻസ്ജെൻഡേഴ്സിനുള്ള തുടർ വിദ്യാഭ്യാസ പദ്ധതിയാണ് സമന്വയ. ഓക്കെ, ക്ലിയർ ആണ്.
സമന്വയ അത് മാത്രമല്ല, ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാവേ, ശ്രദ്ധിച്ച് കേട്ടോണം. ട്രാൻസ്ജെൻഡേഴ്സിനുള്ള തുടർ വിദ്യാഭ്യാസ പദ്ധതിയാണ് സമന്വയ. ഓക്കെ, അത് മാത്രമല്ല സമന്വയ, ശ്രദ്ധിച്ച് കേട്ടോണേ, സമന്വയ അത് മാത്രമല്ല. അതായത് നമ്മുടെ തൊഴിൽ വകുപ്പും അതുപോലെ തദ്ദേശ സ്വയംഭരണ വകുപ്പും ഈ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി പട്ടികവർഗ വിഭാഗക്കാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച പദ്ധതിയുടെ പേരും സമന്വയ എന്നാണ് കേട്ടോ. ഇത് ഡിഗ്രി പ്രിലിംസിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? തൊഴിൽ വകുപ്പും അതുപോലെ തദ്ദേശ സ്വയംഭരണ വകുപ്പും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ വഴി പട്ടികവർഗ വിഭാഗക്കാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയുടെ പേരും ഏതാണ്? സമന്വയ എന്നാണ് കേട്ടോ. ഒരേ പേരിൽ തന്നെ പല പദ്ധതികൾ ഉണ്ടാവും, ശ്രദ്ധിച്ചോണം. സമന്വയാണ് കേട്ടോ. ഓക്കെ, അപ്പം ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗത്തിനുള്ള തുടർ വിദ്യാഭ്യാസ പദ്ധതി സമന്വയാണ്. അതുപോലെ തൊഴിൽ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി പട്ടികവർഗ വിഭാഗക്കാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് ഏത്? സമന്വയ. ഓക്കെ. സ്കർവി ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പോരട്ടെ. സ്കർവി ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്കർവി വൈറ്റമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഏത്? സ്കർവി എന്ന് പറയുന്നത് അല്ലേ? വൈറ്റമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി. സ്കർവിക്ക് ഒരു വിശേഷണമുണ്ട്. എന്താണ്? നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗമാണ് ഏത്? സ്കർവി. നാവികരുടെ പ്ലേഗ്. നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്, നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? സ്കർവി. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗമാണ് ഏത് കുട്ടികളെ? സ്കർവി. ഓക്കെ. വെളുത്ത പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? വെളുത്ത പ്ലേഗ്. നാവികരുടെ പ്ലേഗ് സ്കർവി ആണെങ്കിൽ വെളുത്ത പ്ലേഗ് ഏതാണ്? നാവികരുടെ പ്ലേഗ് സ്കർവി ആണെങ്കിൽ വെളുത്ത പ്ലേഗ് എന്നറിയപ്പെടുന്നത് ക്ഷയമാണ്. വെളുത്ത പ്ലേഗ് എന്നറിയപ്പെടുന്നത് ക്ഷയമാണ് അല്ലെ? വെളുത്ത പ്ലേഗ് എന്നറിയപ്പെടുന്നത് ക്ഷയം അല്ലെങ്കിൽ ട്യൂബർകുലോസിസ് ആണ്. വെളുത്ത പ്ലേഗ് എന്നറിയപ്പെടുന്നത്. എന്താ വീഡിയോ സ്റ്റക്കാവുന്നേ? വീഡിയോ സ്റ്റക്കാവുന്നില്ലടാ. ഒരു സെക്കൻഡ് പോവല്ലാരും, ഞാൻ ഒന്ന് റീബൂട്ട് ചെയ്തിട്ട് പോരാ. ജസ്റ്റ് എ സെക്കൻഡ്.
ഓക്കെ ആണോ കുട്ടികളെ? ഒന്ന് കമന്റ് ചെയ്തേ. വോയിസ് ക്ലിയർ ആണോ? വലിയ മഴയൊന്നും ഇല്ലായിരുന്നല്ലേ. ഞാൻ ലെഫ്റ്റ് ആണ്. എവിടെ പോണ ലെഫ്റ്റായി? ഓക്കെ, നോക്കിയോ. അപ്പൊ വെളുത്ത പ്ലേഗ് ഞാൻ പറഞ്ഞു അല്ലേ? വെളുത്ത പ്ലേഗ് ക്ഷയമാണെന്ന് പറഞ്ഞു. ഓക്കെ, കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം ഏതാ പിള്ളേരെ? കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? കറുത്ത മരണം അല്ലെങ്കിൽ ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? കറുത്ത മരണം അല്ലെങ്കിൽ ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? അത് പ്ലേഗ് ആണ് കേട്ടോ. കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം പ്ലേഗ് ആണ്. കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം പ്ലേഗ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, രക്തത്തിലെ ദ്രാവക ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? രക്തത്തിലെ ദ്രാവക ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഇതൊക്കെ നമ്മൾ റീസെന്റ് ആയിട്ട് റിവിഷൻ ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. ടോപ്പിക് റിവിഷനിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ്. രക്തത്തിലെ ദ്രാവക ഭാഗം കമന്റ് ചെയ്തേ. രക്തത്തിലെ ദ്രാവക ഭാഗം പ്ലാസ്മയാണെന്നും 55% പ്ലാസ്മയാണെന്നൊക്കെ നമ്മൾ റീസെന്റ് ആയിട്ട് കൂടി പഠിച്ചതാണ് അല്ലേ? രക്തത്തിലെ ദ്രാവക ഭാഗം പ്ലാസ്മ, 55% പ്ലാസ്മ എന്നും പഠിച്ചതാണ്. താഴെ കൊടുത്തവയിൽ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തേ നിങ്ങൾ. താഴെ കൊടുത്തവയിൽ നെല്ലിന്റെ സങ്കരയിനങ്ങൾ അല്ലാത്തതാണ് ചോദ്യം കേട്ടോ. നെല്ലിന്റെ സങ്കരയിനങ്ങൾ അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. താഴെ കൊടുത്തവയിൽ നെല്ലിന്റെ സങ്കരയിനം അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. പവിത്ര. പവിത്ര എന്താ? പവിത്ര 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 എന്താ പിള്ളേരെ? പവിത്ര പവിത്ര നെല്ലാണോ? പവിത്ര നെല്ലാണോ? പവിത്ര നെല്ലാണ്. പവിത്ര നെല്ലാണ്. പവിത്ര വെണ്ട വേണ്ട, ഞാൻ വല്ലം വിളിച്ച് പറയും. പവിത്ര നെല്ല്, പവിത്ര നെല്ലാണ് കേട്ടോ. പവിത്ര നെല്ലാണ്. ഓക്കെ, അനാമിക. അനാമിക 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 പാവല് എല്ലാം ഉണ്ടടാ. ഞാൻ അവിയിൽ വെക്കാൻ പോകണം കേട്ടോ. എല്ലാം കൂടെ ഒന്ന് തന്നാ മതി. ഞാനേ അവിയിൽ വെച്ച് ചോറും കൂടെ തരാം. അനാമിക ഏതാണ്? അനാമിക വെണ്ട. അനാമിക വെണ്ട കേട്ടോ. അനാമിക വെണ്ട കേട്ടോ. അനാമിക വെണ്ട. ഓക്കെ, അടുത്ത് ഹ്രസ്വ. ഹ്രസ്വ എന്തുവാ? ഹ്രസ്വ എന്താ? ഹ്രസ്വ എന്താ? ഹ്രസ്വ. ഹ്രസ്വ എന്താ? ഹ്രസ്വ പറയാൻ എനിക്ക് പറ്റൂല. പറ അങ്ങോട്ട്. എന്താ ഹ്രസ്വ? നെല്ല്. നെല്ല്. ഈ വാക്കൊക്കെ പറഞ്ഞ പാടെ എനിക്കറിയാം. ഓക്കെ, നെല്ലാണ്. അടുത്ത അർക്ക. അർക്ക. അർക്ക എന്താ? അർക്ക. അർക്ക എന്താ? അർക്കയും വെണ്ടയാണ്. അർക്കയും വെണ്ടയാണ്. അർക്കയും വെണ്ടയാണ്. അപ്പൊ ഇവിടെ നമ്മൾ പവിത്ര, ഹ്രസ്വ എന്ന് പറഞ്ഞാൽ നെല്ല്, അതുപോലെ അനാമിക, അതുപോലെ അർക്ക എന്ന് പറഞ്ഞാൽ വെണ്ട. നമുക്ക് സങ്കരയിനങ്ങൾ അല്ലാത്തതാണ്, സങ്കരയിനങ്ങൾ അല്ലാത്തതാണ് വേണ്ടത്. അപ്പൊ ഓപ്ഷൻ എ ആൻസർ ആയിട്ട് വരുന്നു. 2ഉം 4ഉം കേട്ടാ. അർക്ക, അനാമിക, സൽകീർത്തി. അർക്ക, അനാമിക, അതുപോലെ സൽകീർത്തി, അതൊക്കെ എന്താണ് കുട്ടികളെ? അതൊക്കെ വെണ്ടയാണ് കേട്ടോ. വെണ്ടയ്ക്ക. വെണ്ടയ്ക്ക. നിനക്ക് വെണ്ടയ്ക്ക എന്ന ഓപ്ഷൻ കാണൂല. വെണ്ട കേട്ടാ. അർക്ക, അനാമിക, സൽകീർത്തി ഇതൊക്കെ വെണ്ടയാണ്. പവിത്ര, ഹ്രസ്വ, നെല്ല് ഇതൊക്കെ എന്താണ് കുട്ടികളെ? പവിത്ര, ഹ്രസ്വ ഒക്കെ ഇതെന്താണ്? നെല്ലാണ്. അതുകൊണ്ട് ഈ വിരലുണ്ടല്ലോ, അതാ ഈ വിരലിന്റെ പേരാണ് അനാമിക കേട്ടോ. അതാ ഈ വിരലിന്റെ പേരാണ് അനാമിക കേട്ടോ. ഈ വിരലിന്റെ പേരാണ് അനാമിക. ഓക്കെ, പേരാണ് തന്നെ ഈ വിരൽ കേട്ടോ. പഠിച്ചോണം. അല്ല, ഈ ഒരു വിരലിന്റെ പേരാണ് അനാമിക. പേരാണ്. റിംഗ് ഫിംഗർ എങ്കിൽ റിംഗ് ഫിംഗർ. നിങ്ങൾക്ക് ഞാൻ ഇന്ന് രാത്രി ഒരു SCERT അപ്ഡേറ്റ് ചെയ്യും. ആ SCERTയിൽ ഈ ഇതൊക്കെ അതിനകത്ത് കിടപ്പുണ്ട്. അതായത് നമ്മുടെ സങ്കരയിനം വിത്തുകൾ പഠിക്കാനുള്ളത് കേട്ടോ. അതിൽ ചോദ്യം വരും. നിങ്ങൾ ആ SCERT 2 ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയൊരു 10 PDF കൂടെ ഉണ്ട്. 10 PDF കേട്ടോ. അപ്പൊ അത് നിങ്ങൾക്ക് ബുധനാഴ്ചക്ക് മുമ്പായിട്ട് ഞാനത് ഫുൾ അപ്ഡേറ്റ് ചെയ്ത് തീർക്കും കേട്ടോ. ഇന്ന് ശനി ഞായറും പിന്നെ തിങ്കൾ ചൊവ്വ കൊണ്ട് തന്നെ ഞാനത് എന്ത് ഫുൾ അപ്ഡേറ്റ് ചെയ്ത് തീർക്കും കേട്ടാ. നോക്കിക്കൊണ്ടാതെ. താഴെ പറയുന്നവയിൽ ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്?
താഴെ പറയുന്നവയിൽ ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ഏതാണ്? ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ഏതാണ്? ആന്തോസയാനിൻ ആണല്ലേ, ആന്തോസയാനിൻ ആണ് ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം. ആന്തോസയാനിൻ ആണ്. ഓക്കെ അല്ലേ, ആന്തോസയാനിൻ. അതുപോലെ കരോട്ടിൻ, കരോട്ടിൻ ഏത് നിറമാ നൽകുന്നേ? കരോട്ടിൻ, കരോട്ടിൻ ഏത് നിറമാ നൽകുന്നേ? കരോട്ടിൻ പറഞ്ഞേ, കരോട്ടിൻ. കരോട്ടിൻ ക്യാരറ്റിന് ഓറഞ്ച് നിറമാണ് നൽകുന്നത് അല്ലേ. ക്യാരറ്റിന് ഓറഞ്ച് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ഏത്? കരോട്ടിൻ. ക്യാരറ്റിന് ഓറഞ്ച് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ഏത് കുട്ടികളെ? കരോട്ടിൻ, കരോട്ടിൻ. ഓക്കെ. ഇനി ക്ലോറോഫിൽ എല്ലാവർക്കും അറിയാം. ക്ലോറോഫിൽ ഹരിതകമാണ്, ഹരിതകമാണ്. അത് ഇലകൾക്ക് പച്ച നിറമാണെന്ന് അറിയാം. ക്ലോറോഫിൽ ഹരിതകമാണ്, അത് ഇലകൾക്ക് പച്ച നിറം നൽകുന്ന, സസ്യങ്ങൾക്ക് പച്ച നിറം നൽകുന്നതാണ് ഏത്? ക്ലോറോഫിൽ എന്ന് എല്ലാവർക്കും അറിയാം അല്ലെ, ഗ്രീൻ. ഓക്കെ, ഗ്രീൻ, ക്ലിയർ ആണ്. അടുത്ത് സാന്തോഫിൽ, 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 സാന്തോഫിൽ. സാന്തോഫിൽ എന്ത് നിറമാ കൊടുക്കുന്നേ? സാന്തോഫിൽ എന്ത് നിറമാ കൊടുക്കുന്നേ കുട്ടികളെ? സാന്തോഫിൽ മഞ്ഞ നിറമാണ് നൽകുന്നില്ലേ, മഞ്ഞ. മഞ്ഞ നിറം നൽകുന്നതാണ് ഏത്? സാന്തോഫിൽ. മഞ്ഞ നിറം നൽകുന്നതാണ് ഏത് കുട്ടികളെ? സാന്തോഫിൽ കേട്ടോ. മഞ്ഞ നിറം നൽകുന്നതാണ് സാന്തോഫിൽ. ഓക്കെ, ക്ലിയർ ആണ്. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ശ്രദ്ധിച്ചു കേട്ട് മറുപടി പറയുക. തക്കാളിക്ക് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? തക്കാളിക്ക് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? തക്കാളി. അടുത്തിന് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ പോണായിരിക്കും. എല്ലാം കൂടെ കുറെ എന്ത് മാങ്ങയൊക്കെ വന്നിരിക്കുന്നത്. തക്കാളിക്ക് നിറം നൽകുന്ന വർണ്ണവസ്തുവിന്റെ പേര് ലൈക്കോപ്പിൻ എന്നാണ്. ലൈക്കോപ്പിൻ. തക്കാളിക്ക് നിറം നൽകുന്ന വർണ്ണവസ്തുവിന്റെ പേരെന്താ കുട്ടികളെ? ലൈക്കോപ്പിൻ, ലൈക്കോപ്പിൻ. അതൊക്കെ പഠിക്കാൻ എളുപ്പമാണ്. ഇപ്പൊ നമ്മൾ പറയും, നോക്കടാ ഒരു തക്കാളി പോലത്തെ പെൺകുട്ടിയാണ്, ഓക്കെ, എനിക്ക് അവളെ ഇഷ്ടമായി. ഇഷ്ടം മീൻസ് ലൈക്ക്. അതുപോലെ പെൺപിള്ളേരും പറയും, നോക്കിയാണ് നല്ല തക്കാളി പോലത്തെ ഒരു ചെറുക്കം പോണെന്ന് പറയും. ഓക്കെ അല്ലേ, എനിക്ക് അവൻ ഇഷ്ടമായി. ഓക്കെ അല്ലേ. അപ്പൊ തക്കാളി, തക്കാളി പോലത്തെ ഭയങ്കര രസമുള്ള അവൻ ലൈക്ക്, ലൈക്ക്. തക്കാളി ലൈക്കോപ്പിൻ, തക്കാളി ലൈക്കോപ്പിൻ. ഓക്കെ അല്ലേ, ക്ലിയർ ആണ്. ശരി. അതുപോലെ കുങ്കുമമുണ്ട് കേട്ടോ, കുങ്കുമമുണ്ട്. കുങ്കുമം, കുങ്കുമം എന്താണ്? കുങ്കുമം, കുങ്കുമം എന്താ? കുങ്കുമം, കുങ്കുമത്തിന് നിറം നൽകുന്ന വർണ്ണവസ്തു എന്താ? കുങ്കുമം. കുങ്കുമത്തിന് നിറം നൽകുന്ന വർണ്ണവസ്തു ബിക്സിൻ ആണ് കേട്ടോ. ബിക്സിൻ, ബിക്സിൻ. കുങ്കുമ സാഫ്രോൺ എന്ന് വെച്ചാൽ എനിക്കറിയാം. കുങ്കുമത്തിന് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ് ചോദിച്ചത്? അത് ബിക്സിൻ. കുങ്കുമത്തിന് നിറം നൽകുന്നത് ഏതാ കുട്ടികളെ? ബിക്സിൻ ആണ് കേട്ടോ. ബിക്സിൻ, ബിക്സിൻ ആണ് കുങ്കുമത്തിന് നിറം നൽകുന്നത്. ഓക്കെ. മഞ്ഞളിന് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാ? മഞ്ഞൾ. ചക്കുണ്ടോ? മഞ്ഞളിന് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാ കുട്ടികളെ? കുർക്കുമിനാണ് കേട്ടോ. കുർക്കുമിൻ, കുർക്കുമിനാണ്. കുർക്കുമിനാണ് മഞ്ഞളിന് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ് കുട്ടികളെ? കുർക്കുമിനാണ് കേട്ടോ. കുർക്കുമിൻ, കുർക്കുമിനാണ് മഞ്ഞളിന് നിറം നൽകുന്ന വർണ്ണവസ്തു ചോദിച്ചാൽ ഏതാണ്? കുർക്കുമിൻ കേട്ടോ. കുർക്കുമിൻ, കുർക്കുമിനാണ് കുർക്കുമിൻ. ഓക്കെ അല്ലേ. ശരി. അപ്പം ഈ പറഞ്ഞതും കൂടെ ഒന്ന് ഓർത്തോണം. തക്കാളി ലൈക്കോപ്പിൻ, തക്കാളി ലൈക്കോപ്പിൻ. കുങ്കുമമാണെങ്കിൽ ബിക്സിൻ, കുങ്കുമമാണെങ്കിൽ ബിക്സിൻ. മഞ്ഞളാണെങ്കിൽ കുർക്കുമിൻ, മഞ്ഞളാണെങ്കിൽ കുർക്കുമിൻ. സസ്യങ്ങൾക്ക് പച്ചനിറം ഹരിതകം, സസ്യങ്ങൾക്ക് ചുവപ്പ് നിറം ആന്തോസയാനിൻ, സസ്യങ്ങൾക്ക് മഞ്ഞ നിറം സാന്തോഫിൽ. മഞ്ഞ നിറം നൽകുന്നത് ഏതാണ്? സാന്തോഫിൽ, സാന്തോഫിൽ കേട്ടോ, സാന്തോഫിൽ. ഓക്കെ അല്ലേ. പാലിന്റെ വെള്ള നിറത്തിന് കാരണം പാലിൽ അടങ്ങിയിരിക്കുന്ന, പാലിന്റെ വെള്ള നിറത്തിന് കാരണം പാലിൽ അടങ്ങിയിരിക്കുന്ന ഒരു പ്രോട്ടീനാണ്. ആ പ്രോട്ടീന്റെ പേരെന്താ? പാലിന്റെ വെള്ള നിറത്തിന് കാരണമായിട്ടുള്ള പ്രോട്ടീന്റെ പേരെന്താ കുട്ടികളെ? പാലിന്റെ വെള്ള നിറത്തിന് കാരണമായിട്ടുള്ള പ്രോട്ടീന്റെ പേര് കെയ്സിൻ എന്നാണ് കേട്ടോ. കെയ്സിൻ, കെയ്സിൻ, കെയ്സിൻ ആണ് കേട്ടോ. കെയ്സിൻ. പാലിന്റെ വെള്ള നിറത്തിന് കാരണം പാലിൽ അടങ്ങിയിരിക്കുന്ന കെയ്സിൻ എന്ന് പറയുന്ന പ്രോട്ടീനാണ്, കെയ്സിൻ. ഓക്കെ. പാല് നമ്മൾ കുറച്ചു നേരം അനങ്ങാതെ വെച്ച് കഴിഞ്ഞാൽ പാലിന്റെ മുകളില് ഒരു ഇളം മഞ്ഞ നിറം വരും. പാല് നമ്മൾ അനങ്ങാതെ കുറച്ചു നേരം വെച്ച് കഴിഞ്ഞാൽ പാലിന്റെ മുകളില് ഒരു ഇളം മഞ്ഞ നിറം വരും. ആ ഇളം മഞ്ഞ നിറത്തിന് കാരണമായിട്ടുള്ള വർണ്ണവസ്തു ഏതാണ്? അത് റൈബോഫ്ലാവിൻ അല്ലെ. റൈബോഫ്ലാവിൻ, റൈബോഫ്ലാവിൻ, റൈബോഫ്ലാവിൻ. ഏതാണ്? റൈബോഫ്ലാവിൻ. പാലിന്റെ ഇളം മഞ്ഞ നിറത്തിന് കാരണമായിട്ടുള്ള വർണ്ണവസ്തുവിന്റെ പേരെന്താ കുട്ടികളെ? റൈബോഫ്ലാവിൻ അല്ലെങ്കിൽ വൈറ്റമിൻ B2 ആണ്. വൈറ്റമിൻ B2, വൈറ്റമിൻ B2 അല്ലെങ്കിൽ റൈബോഫ്ലാവിൻ ആണ് പാലിന്റെ ഇളം മഞ്ഞ നിറത്തിന് കാരണം. ഓക്കെ അല്ലേ. ശരി.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, കമന്റ് ചെയ്തേ. അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ കമന്റ് ചെയ്തേ. എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗുകൾ എന്ന ജനിതക മാറ്റം വരുത്തിയ ബാക്ടീരിയയെ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആരാണ്? എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗുകൾ എന്ന ജനിതക മാറ്റം വരുത്തിയ ബാക്ടീരിയ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആരാ പിള്ളേരെ? ആനന്ദ് മോഹൻ ചക്രവർത്തിയാണ്. ആനന്ദ് മോഹൻ ചക്രവർത്തിയാണ്. ഓക്കെ അല്ലേ? ഇത് മെയിനായിട്ട് ഈ കടലിലെ എണ്ണ ഉണ്ടല്ലോ, അതായത് നമ്മുടെ സമുദ്രജലത്തിൽ കലരുന്ന എണ്ണ അത് സമുദ്രജീവികൾക്കും സസ്യങ്ങൾക്കും ദോഷകരമായി മാറും. അപ്പൊ ഈ പറയുന്ന സൂപ്പർ ബഗ് എന്ന് പറയുന്ന ബാക്ടീരിയക്ക് എന്തിനുള്ള കഴിവുണ്ട്? ഈ എണ്ണ കുടിക്കാനുള്ള കഴിവുണ്ട്, എണ്ണ തിന്നാനുള്ള കഴിവുണ്ട്. അപ്പം എണ്ണ തിന്നുന്ന ബാക്ടീരിയയാണ് എന്ന് പറയുന്നത് സൂപ്പർ ബഗ് എന്ന് പറയുന്നത്. സൂപ്പർ ബഗ് എന്ന് അത് വികസിപ്പിച്ചിട്ടുള്ള ജനറ്റിക് എഞ്ചിനീയറിംഗിലൂടെ അത് വികസിപ്പിച്ച വ്യക്തിയുടെ പേരാണ് ഏത്? ആനന്ദ് മോഹൻ ചക്രവർത്തി. ആനന്ദ് മോഹൻ ചക്രവർത്തി. ഓക്കെ അല്ലേ? അതുപോലെ നിങ്ങൾക്ക് SCERT ബേസ് ചെയ്ത് മറ്റൊരു ചോദ്യം ചോദിക്കും. കേംബ്രിഡ്ജ് ഏതാ കുട്ടികളെ? എല്ലാവർക്കും സ്റ്റക്ക് ഉണ്ടാളെ. എല്ലാവർക്കും സ്റ്റക്ക് ഉണ്ടോ? എല്ലാവർക്കും സ്റ്റക്ക് ഉണ്ടോ? കമന്റ് ചെയ്തേ. എല്ലാവർക്കും ഉണ്ട്. അപ്പൊ മൊത്തത്തിൽ കുഴപ്പമാണ്. നോ എസ് നോ എസ് നോ എസ് നോ എസ് നോ നോ നോ. ഓക്കെ ഓക്കെ. നോക്കിയോ. ഈ കേംബ്രിഡ്ജ് എന്താ കുട്ടികളെ? കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചെടുത്ത ബാക്ടീരിയ എന്ന് കേട്ട് കഴിഞ്ഞാല് ഈക്കോളി ബാക്ടീരിയ. ഏതാ കുട്ടികളെ? ഈക്കോളി ബാക്ടീരിയ. ഏതാണ്? ഈക്കോളി ബാക്ടീരിയ. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചെടുത്ത ബാക്ടീരിയയുടെ പേരാണ് ഈക്കോളി ബാക്ടീരിയ. കൃത്രിമ ബാക്ടീരിയയുടെ പേര് ഈക്കോളി ബാക്ടീരിയ. നമ്മുടെ കുടലിലെ ബാക്ടീരിയയാണ് എന്ന് പറയുന്നത് ഈക്കോളി ബാക്ടീരിയ. കുടലിലെ ബാക്ടീരിയയാണ് ഈക്കോളി ബാക്ടീരിയ. ടോയ്ലറ്റ് ബാക്ടീരിയ എന്നറിയപ്പെടുന്നതും ഏതാണ്? ഈക്കോളി ബാക്ടീരിയയാണ്. ടോയ്ലറ്റ് ബാക്ടീരിയ എന്നറിയപ്പെടുന്നതും ഏതാ കുട്ടികളെ? ഈക്കോളി ബാക്ടീരിയയാണ് ടോയ്ലറ്റ് ബാക്ടീരിയ എന്നറിയപ്പെടുന്നത്. ഓക്കെ. അതുപോലെ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു കറണ്ട് അഫയർ ചോദ്യമുണ്ട്. നമ്മുടെ കേരളത്തിന്റെ ഒഫീഷ്യൽ മൈക്രോബ് അല്ലെങ്കിൽ ഔദ്യോഗിക ബാക്ടീരിയ ഏതാണ്? കേരളത്തിന്റെ ഔദ്യോഗിക ബാക്ടീരിയ ഏതാണ്? കേരളത്തിന്റെ ഔദ്യോഗിക ബാക്ടീരിയയുടെ പേര് നമ്മളത് പഠിച്ചിട്ടുണ്ട്. ഏതാ കുട്ടികളെ? ബാസിലസ് സബ്സ്റ്റിലിസ് ആണ് അല്ലേ? ബാസിലസ് സബ്സ്റ്റിലിസ് ആണ് കേരളത്തിന്റെ ഒഫീഷ്യൽ മൈക്രോബ്. അപ്പൊ കേരളത്തിന്റെ ഒഫീഷ്യൽ മൈക്രോബ് എന്ന് കേട്ട് കഴിഞ്ഞാൽ, കേരളത്തിന്റെ ഔദ്യോഗിക ബാക്ടീരിയ എന്ന് കേട്ട് കഴിഞ്ഞാൽ ബാസിലസ് സബ്സ്റ്റിലിസ് ആണ് കേട്ടോ. ഓക്കെ. അടുത്ത്, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാസർഗോഡ്. ആർക്കെങ്കിലും ഈ CPCRAയുടെ പൂർണ്ണരൂപം ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? ആർക്കെങ്കിലും ഈ CPCRAയുടെ പൂർണ്ണരൂപം കമന്റ് ചെയ്യാൻ പറ്റുമോ? CPCRAയുടെ പൂർണ്ണരൂപം കമന്റ് ചെയ്യാൻ പറ്റുമോ ആർക്കെങ്കിലും? ചിലപ്പോ നിങ്ങൾക്ക് CPCRA എന്ന് മാത്രം ചോദിച്ചു പോകും. ഒന്ന് കമന്റ് ചെയ്തേ. CP കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം, അത് തന്നെയാണ് അതിന്റെ ഇംഗ്ലീഷും. എന്താണ്? സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. എന്താ കുട്ടികളെ? സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്.
സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കാസർഗോഡ്. ഓക്കെ, പിള്ളേരെ കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ഒന്ന് കമന്റ് ചെയ്യാവോ? കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കേരളത്തിൽ എവിടെയാണ് കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം? കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, തിരുവനന്തപുരം. എവിടെയാണ്? ശ്രീകാര്യം, തിരുവനന്തപുരം. കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ശ്രീകാര്യം, തിരുവനന്തപുരം. ഈ കിഴങ്ങ് വിളയെ ഇംഗ്ലീഷിൽ എന്ത് പറയും? പിള്ളേരെ, കിഴങ്ങ് വിളയെ ഇംഗ്ലീഷിൽ വിളിക്കുന്ന പേരെന്താണ്? കിഴങ്ങ് വിളയെ ഇംഗ്ലീഷ് എന്തെന്ന് വിളിക്കും? ട്യൂബർ ക്രോപ്സ് എന്ന് പറയും. അപ്പൊ സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്രീകാര്യം, തിരുവനന്തപുരം. ഓക്കെ, അടുത്ത ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെയാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെയാണ് കുട്ടികളെ? അത് കോഴിക്കോട്. നല്ല സ്പൈസി ആയിട്ടുള്ള കോഴിക്കറി എന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെയെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് കോഴിക്കോടാണ്. ഓക്കെ, കോഴിക്കോടാണ്. ശരി, ഓക്കെ, ശരി. അടുത്ത ദിവസം അറ്റൻഡ് ചെയ്തേ. സൈലന്റ് വാലി വന്യജീവി സങ്കേതം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതെന്നാണ് ചോദ്യം. സൈലന്റ് വാലി വന്യജീവി സങ്കേതം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതാണ് ചോദ്യം? ഏതാ? 1984 ആരാ പ്രഖ്യാപിച്ചേ? 1984 ആരാ പ്രഖ്യാപിച്ചത്? ഇന്ദിരാഗാന്ധി. 84 പ്രഖ്യാപിച്ചത് ആരാ കുട്ടികളെ? ഇന്ദിരാഗാന്ധിയാണ് പ്രഖ്യാപിച്ചത്. എന്നാൽ ആ ഉദ്ഘാടനം ചെയ്ത വർഷവും തീയതി എന്ന് കമന്റ് ചെയ്തേ. ഉദ്ഘാടനം ചെയ്ത വർഷവും തീയതി എന്ന് പ്രഖ്യാപിച്ചേ. എല്ലാം ഒന്ന് കമന്റ് ചെയ്തേ. 1985 സെപ്റ്റംബർ 7. 1985 സെപ്റ്റംബർ 7 ആരാണ് പിള്ളേരെ? രാജീവ് ഗാന്ധിയാണ് ഉദ്ഘാടനം. ഓക്കെ, 1984 ഇന്ദിരാഗാന്ധി പ്രഖ്യാപിക്കുന്നു. 1985 സെപ്റ്റംബർ 7 രാജീവ് ഗാന്ധി ഉദ്ഘാടനം ചെയ്യുന്നു. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. സൈലന്റ് വാലി പാലക്കാട് ജില്ലയിലാണെന്ന് അറിയാം. ഓക്കെ, പാലക്കാട് ജില്ല. സൈലന്റ് വാലി ഏത് താലൂക്കിലാ? പാലക്കാട് ജില്ലയിലാണെങ്കിൽ ഏത് താലൂക്കിലാ കുട്ടികളെ? ഏത് താലൂക്കിലാ? മണ്ണാർക്കാട് താലൂക്ക് അല്ലേ? മണ്ണാർക്കാട് താലൂക്ക്. ഓക്കെ, പാലക്കാട് ജില്ല മണ്ണാർക്കാട് താലൂക്ക്. മണ്ണാർക്കാട് താലൂക്കിലാണ് അല്ലേ? ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ഐസോടോപ്പുകളുടെ ജോഡി കണ്ടെത്തുക. ഒന്ന് കണ്ടെത്തിയേ. ഐസോടോപ്പുകളുടെ ജോഡി കണ്ടെത്താൻ പറയുന്നുണ്ട്. ഐസോടോപ്പുകളുടെ ജോഡി കണ്ടെത്തിയേ. ഓപ്ഷൻ സി ആണ് ഐസോടോപ്പ് അല്ലെ? ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഐസോടോപ്പ് എല്ലാവർക്കും അറിയായിരിക്കും. ഒരേ അറ്റോമിക നമ്പർ വ്യത്യസ്ത മാസ് നമ്പർ. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള മൂലകങ്ങളാണ് എന്തെന്ന് പറയുന്നത്? ഐസോടോപ്പ് എന്ന് പറയുന്നത്. ഒരേ അറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പരും ഉള്ള മൂലകങ്ങളാണ് ഐസോടോപ്പ്. ഞാനിപ്പോൾ എക്സ് എന്നൊരു മൂലകം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ വലതു ഭാഗത്ത് മുകളിലായിട്ടാണ് നമ്മൾ എന്ത് സൂചിപ്പിക്കുന്നത്?
ആ വലതുഭാഗത്ത് മുകളിലായിട്ടാണ് നമ്മൾ മാസ് നമ്പർ സൂചിപ്പിക്കുന്നത്. മാസ് നമ്പർ ഏതക്ഷരം കൊണ്ടാ? എ എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. മാസ് നമ്പർ എ എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് അല്ലെ? മാസ് നമ്പർ എ എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. വലതുഭാഗത്ത് താഴെയായിട്ടാണ് നമ്മൾ അറ്റോമിക് നമ്പർ സൂചിപ്പിക്കുന്നത്. അറ്റോമിക് നമ്പർ നമ്മൾ ഇസഡ് എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഇസഡ് എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ അല്ലേ? ആ അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒരേ അറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പരും. വലതുഭാഗത്ത് മുകളിലായിട്ടാണ് മാസ് നമ്പർ എ. ഞാൻ നിങ്ങൾ എന്നെ വെച്ച് ഓർക്കാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ എ ഉള്ള ആരെങ്കിലും വെച്ച് ഓർത്തിരിക്കുക. എ മാസ് ആണെന്ന് ഓർത്ത് വെച്ചിരുന്നാട്ടെ. എ വെച്ചിട്ടൊരു പേര്, ഇപ്പൊ എ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റി ആരുണ്ടായി. ഓക്കെ, എ വെച്ചിട്ട് ഒരാളെ പേരങ്ങ് ഓർത്തിരിക്കുക, ആള് മാസ് ആണെന്ന് ഓർത്ത് വെച്ചിരിക്കുക കേട്ടാ. ഞാൻ എന്നെ തന്നെയാണ് ഓർത്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ ശരി. അപ്പം എ വെച്ചിട്ട് മാസ്, അപ്പം അറ്റോമിക് നമ്പർ കേട്ടാ എ ആണ്. ഇസഡ് മാസ് നമ്പർ, അറ്റോമിക് നമ്പർ സോറി മാസ് നമ്പർ എ ആണ്, അറ്റോമിക് നമ്പർ ഇസഡ് ആണ്. ഓക്കെ, അജിത്ത് തല, നീ ആരെ ആലോചിച്ചു. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലേ, ഇവിടെ 6 ഇവിടെ 7, അപ്പൊ ഒരുപോലെ അല്ല. ഇവിടെ 6 ഇവിടെ 7 ഒരുപോലെ അല്ല. ഇവിടെ 18 ഇവിടെ 20 ഒരുപോലെ അല്ല. അപ്പൊ ഇവിടെ ഒരുപോലെ വന്നിരിക്കുന്നത് ഇവിടെ ഇതാണ്. ഇവിടെ രണ്ടിടത്തും 6 ആണ്. അപ്പൊ ഓപ്ഷൻ സി ആണ്. അപ്പൊ ഒരേ അറ്റോമിക് നമ്പർ വരുന്നതാണ് ഏതെന്ന് പറയുന്നത്? ഐസോടോപ്പ് എന്ന് പറയുന്നത്. ഇവിടെ ഐസോടോപ്പുകളെ കണ്ടെത്തിയത് ആരാ? ഐസോടോപ്പുകളെ കണ്ടെത്തിയത് ആരാ പറഞ്ഞേ? ഐസോടോപ്പുകളെ കണ്ടെത്തിയത് ആരാ? ഐസോടോപ്പുകളെ കണ്ടെത്തിയത് ഫെഡറിക് സോദിയാണ് കേട്ടോ. ഫെഡറിക് സോദിയാണ് ഐസോടോപ്പുകളെ കണ്ടെത്തിയത്. ഫെഡറിക് സോദിയാണ് ഐസോടോപ്പുകളെ കണ്ടെത്തിയത്. ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഐസോടോപ്പ് ഉള്ളത് ഏത് മൂലകത്തിനാണ്? ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ഐസോടോപ്പുകൾ ഉള്ളത് ഏത് മൂലകത്തിനാണ്? ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ഐസോടോപ്പുകൾ ഉള്ളത് ടിന്നിനാണ് കേട്ടോ. ടിന്നിനെ നമ്മൾ സൂചിപ്പിക്കുന്ന SN കൊണ്ടാണ് അല്ലേ. ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ഐസോടോപ്പ് ഉള്ളത് ടിന്നിനാണ്. ടിന്നിന്റെ ഐസോടോപ്പുകളുടെ എണ്ണം 10 ആണ് അല്ലേ. 10. മനസ്സിലായ? ഓക്കെ. ഏറ്റവും കൂടുതൽ രൂപാന്തരത്വം കാണിക്കുന്നതാണ് കാർബൺ കേട്ടോ. ആലോട്രോപ്സ് ആണ് കാർബൺ കേട്ടോ. മാറിപ്പോകരുത്. ഏറ്റവും കൂടുതൽ ആലോട്രോപ്സ് ഉള്ളത് അല്ലെങ്കിൽ രൂപാന്തരത്വമാണ് ഏത്? കാർബൺ വരുന്നത്. ഓക്കെ. ടിന്നിനാണ് 10 എണ്ണം ഉണ്ട് ഏറ്റവും കൂടുതൽ സ്റ്റേബിള്. ഇനി ചോദ്യം ഏറ്റവും കൂടുതൽ ഐസോടോപ്പ് എന്ന് മാത്രം മനസ്സിലായ? ഏറ്റവും കൂടുതൽ ഐസോടോപ്പ് എന്ന് മാത്രം ചോദിക്കുകയാണെങ്കിൽ അത് വരുന്നത് സീസിയത്തിനാണ് കേട്ടോ. സീസിയത്തിന് 35 ഐസോടോപ്പ് ഉണ്ട്. സീസിയത്തിന് 35 ഐസോടോപ്പ് ഉണ്ട്. പക്ഷെ അതിൽ ഒരെണ്ണം മാത്രമേ സ്റ്റേബിൾ ആയിട്ടുള്ളൂ. 35 ഐസോടോപ്പ് ഉണ്ട് സീസിയത്തിന്. സീസിയത്തിന്റെ പ്രതീകം CS ആണ്. സീസിയത്തിന്റെ പ്രതീകം CS ആണ്. ക്ലിയർ ആണല്ലോ? ഇനി രണ്ടാം സ്ഥാനത്ത് വരുന്നത് സെനോൺ ആണ്. ഏതാ കുട്ടികളെ? സെനോൺ ആണ് രണ്ടാം സ്ഥാനത്ത് വരുന്നത്. സെനോൺ ആണ് രണ്ടാം സ്ഥാനത്ത് വരുന്നത്. സെനോണിന് എത്ര ഉണ്ടെന്ന് അറിയോ? സോറിടാ, 36 ടോട്ടൽ. CCM 36 ടോട്ടൽ. പറഞ്ഞ മാറിപ്പോയാണ്. CCM 36 ടോട്ടൽ. ഓക്കെ അല്ലേ? സെനോണ് 36 തന്നെയാണ്. സെനോണ് 36 തന്നെയാണ് കേട്ടോ. ഫസ്റ്റ് വരുന്നത് രണ്ടും ഒന്ന് തന്നെ. പറഞ്ഞ എണ്ണം മാറിപ്പോയി. ഓക്കെ അല്ലേ? CCM ആയാലും സെനോൺ ആയാലും 36 ആണ്. CCM ആയാലും സെനോൺ ആയാലും 36 ആണ്. CCയത്തിന് ഒരെണ്ണം മാത്രമേ സ്റ്റേബിൾ ആയിട്ടുള്ളൂ. സെനോണിന് 9 എണ്ണം സ്റ്റേബിൾ ആണ്. 9 എണ്ണം സ്റ്റേബിൾ ആണ്. ഓക്കെ അല്ലേ? 9 എണ്ണം സ്റ്റേബിൾ ആണ്. ശരി, അപ്പൊ ഞാൻ ഇതൊന്നുകൂടെ പറഞ്ഞുതരാം. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി കാണാം. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടോണേ. ചോദ്യം ഇങ്ങനെയാണ്: ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഐസോടോപ്പുകൾ ഉള്ള മൂലകം ഏതെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് ടിന്നാണ്. ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഐസോടോപ്പുള്ള മൂലകം ചോദിച്ചു കഴിഞ്ഞാൽ ടിന്നാണ്. ടിന്നിന് 10 എണ്ണം ഉണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ ഐസോടോപ്സ് ഉള്ളത് സീസിയത്തിനും സെനോണുമാണ്. സീസിയത്തിനും സെനോണിനും 36 എണ്ണം വീതമുണ്ട്. സീസിയത്തിനും സെനോണിനും എത്ര എണ്ണം വീതമുണ്ട് കുട്ടികളെ? 36 എണ്ണം വീതമുണ്ട്. എന്നാൽ സീസിയത്തിന്റെ ഒരെണ്ണം മാത്രമേ സ്റ്റേബിൾ ആയിട്ടുള്ളൂ. സെനോൺ ആണെങ്കിൽ 9 എണ്ണം സ്റ്റേബിൾ ആയിട്ടുണ്ട്. കേട്ടോ. ഓക്കെ അല്ലേ? സ്റ്റേബിൾ ഐസോടോപ്പ് ഉള്ളത് ടിന്നിന് 10 എണ്ണമാണ്.
ഇനി ഏറ്റവും കുറവ് ഐസോടോപ്പ് ഉള്ളത് ഏത് മൂലകത്തിനാണ്? ഏറ്റവും കുറവ് ഐസോടോപ്പ് ഉള്ളത് ഏത് മൂലകത്തിനാണ്? പറ പിള്ളേരെ, ഏറ്റവും കുറവ് ഐസോടോപ്പ് ഉള്ളത് ഏത് മൂലകത്തിനാ? പറ. ഏറ്റവും കുറവുള്ളത് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജന് 3 ഐസോടോപ്സേ ഉള്ളൂ. ഹൈഡ്രജന്റെ 3 ഐസോടോപ്പുകൾ ഏതൊക്കെയാണ് ഉള്ളത്? ഹൈഡ്രജന്റെ 3 ഐസോടോപ്പുകൾ ഏതൊക്കെയാണ്? ഹൈഡ്രജന്റെ 3 ഐസോടോപ്പുകൾ പറ പിള്ളേരെ. ഹൈഡ്രജന്റെ 3 ഐസോടോപ്പുകള് ഒന്ന് ഏതാണ് കുട്ടികളെ? ഒന്ന് പ്രോട്ടിയം. ഏതാണ്? പ്രോട്ടിയം. രണ്ടാമത്തത് ഏതാണ്? രണ്ടാമത്തത് ഡ്യൂട്ടീരിയം. ഏതാ കുട്ടികളെ? ഡ്യൂട്ടീരിയം. ഓക്കെ. മൂന്നാമത്തത് ഏതാണ് കുട്ടികളെ? മൂന്നാമത്തത് ട്രിഷിയം. ഏതാണ്? ട്രിഷിയം. ഓക്കെ അല്ലേ? ഒന്നാമത്തത് പ്രോട്ടിയം, രണ്ടാമത്തത് ഡ്യൂട്ടീരിയം, മൂന്നാമത്തത് ട്രിഷിയം. ഇതിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹൈഡ്രജൻ ഐസോടോപ്പ് ഏതാണ് കുട്ടികളെ? ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹൈഡ്രജൻ ഐസോടോപ്പ് ഏതാണ്? ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹൈഡ്രജൻ ഐസോടോപ്പ് ഏതാണ് കുട്ടികളെ? അത് പ്രോട്ടിയമാണ്. പ്രോട്ടിയത്തിൽ ന്യൂട്രോൺ ഉണ്ടോ? കുട്ടികളെ? പ്രോട്ടിയത്തിൽ ന്യൂട്രോൺ ഉണ്ടോ? പ്രോട്ടിയത്തില് ന്യൂട്രോൺ ഇല്ല. ഓക്കെ അല്ലേ? അപ്പൊ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതെന്നോ ഏറ്റവും ലളിതമായ ഹൈഡ്രജൻ ഐസോടോപ്പ് എന്ന് ചോദിച്ചാൽ പ്രോട്ടിയമാണ്. പ്രോട്ടിയത്തിൽ ന്യൂട്രോൺ ഇല്ല. ഓക്കെ. അടുത്ത ഡ്യൂട്ടീരിയത്തിന് 2H2 ആണ് കേട്ടോ. ഡ്യൂട്ടീരിയമാണ് എന്തെന്നറിയപ്പെടുന്നത്? ഹെവി ഹൈഡ്രജൻ എന്നറിയപ്പെടും. എന്താ കുട്ടികളെ? ഹെവി ഹൈഡ്രജൻ എന്നറിയപ്പെടും. എന്താണ്? ഹെവി ഹൈഡ്രജൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഡ്യൂട്ടീരിയമാണ്. ഹെവി ഹൈഡ്രജൻ എന്നറിയപ്പെടുന്ന ഡ്യൂട്ടീരിയമാണ്. ഓക്കെ അല്ലേ? ഹെവി ഹൈഡ്രജൻ. അതുപോലെ തന്നെ ആണവ റിയാക്ടറുകളിൽ ശീതീകാരിയായി ഉപയോഗിക്കുന്നത് ഏതാ കുട്ടികളെ? ഡ്യൂട്ടീരിയമാണ്. മനസ്സിലായല്ലോ? ഡ്യൂട്ടീരിയം ഓക്സൈഡ് ആണ് ഈ പറയുന്ന ആണവ റിയാക്ടറുകളിൽ ശീതീകാരിയായി ഉപയോഗിക്കുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. അടുത്ത ട്രിഷിയം. ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോടോപ്പാണ്. ഏത് കുട്ടികളെ? ട്രിഷിയം. ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോടോപ്പാണ് ഏത്? ട്രിഷിയം. ഓക്കെ. അപ്പൊ ഹൈഡ്രജന് 3 ഐസോടോപ്പുകൾ ഉണ്ട്. ഒന്ന് പ്രോട്ടിയം. പ്രോട്ടിയത്തിന് ഏറ്റവും ലളിതമായ ഐസോടോപ്പാണ് പ്രോട്ടിയം. ഏറ്റവും കൂടുതലുള്ള ഐസോടോപ്പ് ഏതാണ് കുട്ടികളെ? പ്രോട്ടിയമാണ്. രണ്ടാമത് ഡ്യൂട്ടീരിയത്തെ ഹെവി ഹൈഡ്രജൻ എന്നറിയപ്പെടുന്നു. ആണവ റിയാക്ടറുകളിൽ ശീതീകാരിയായിട്ട് ഉപയോഗിക്കുന്നത് ഏതാ കുട്ടികളെ? ഈ പറയുന്ന ഡ്യൂട്ടീരിയം ഓക്സൈഡ് അല്ലെങ്കിൽ ഖനജലമാണ്. ട്രിഷിയം. ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോടോപ്പാണ് ഏത് കുട്ടികളെ? ട്രിഷിയം. ട്രിഷിയം. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. അടുത്ത വർഷം അറ്റൻഡ് ചെയ്തേ. അപദ്രവ്യങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന സാന്ദ്രണ മാർഗം ഏതെന്നാണ്? അപദ്രവ്യങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന സാന്ദ്രണ മാർഗം ഏതെന്നാണ് ചോദ്യം. ഏതാ സാന്ദ്രണ മാർഗം?
അപദ്രവ്യങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന സാന്ദ്രണ മാർഗം ഏതെന്നാണ് ചോദ്യം. വളരെ അപദ്രവ്യങ്ങൾക്ക് അതിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗിക്കുന്നത് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ. ഓക്കെ, ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ. വളരെ അപദ്രവ്യങ്ങൾക്ക് സാന്ദ്രത കുറവാണെങ്കിൽ അവ ഉയർന്നു കിടക്കത്തില്ലേ വെള്ളത്തിൽ, അതുകൊണ്ട് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ. ഓക്കെ, ഇനി ശ്രദ്ധിച്ചു കേൾക്കുക. ക്വസ്റ്റ്യൻ മാറിയ 6 ക്വസ്റ്റ്യൻ മാറി. നിങ്ങൾക്ക് മാറിയ എനിക്ക് മാറിയ ക്വസ്റ്റ്യൻ. ഓഹോ, ഇത്രയും വലിയൊരു ക്വസ്റ്റ്യൻ നീയൊക്കെ കണ്ടില്ലേ? വയ്യയുടെ നിങ്ങൾക്ക് എല്ലാവർക്കും. അതെങ്ങനെ എല്ലാവർക്കും എന്ത് പറ്റിയ വല്ല സോംബി വൈറസ് അടിച്ചാ എല്ലാവർക്കും ഒരുപോലെ ക്വസ്റ്റ്യൻ മാറാനായിട്ട്? ആർക്കെങ്കിലും 1-2 പേർക്ക് മാറിക്കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യുക. ഇത്രയും പേർക്ക് എങ്ങനെ ഒരുമിച്ച് മാറണത്? എന്റെ അമ്മേ, അറിയില്ല. എനിക്ക് മാറിയില്ല. ഓക്കെ, മാറാത്തവര് കഴിവുള്ളവര് നടന്നാക്കോ. ശരി, അതൗട്ട് കംപ്ലീറ്റ്ലി. ഇനിയിപ്പോ പരീക്ഷയൊക്കെ ആവാറായല്ലോ. ഇനിയിപ്പോ ഒരാഴ്ച കഴിയുമ്പോ പരീക്ഷ, കേട്ടോ. ഒരാഴ്ച കഴിയുമ്പോ പരീക്ഷയൊക്കെ ആവാറായതുകൊണ്ട് എന്ത് ചെയ്യും? ഇനിയിപ്പം ടെൻഷൻ ആവും, കണ്ണിൽ ഇരുട്ട് കയറും, തൊണ്ടയിൽ നിന്ന് ആഹാരം ഇറങ്ങാതാവും. ഓക്കെ, ഉമിനീര് പോലും കുടിച്ചിറക്കാൻ പറ്റാതാവും. അങ്ങനെയൊക്കെ ആവണവര് ജീവിതകാലം മൊത്തം അങ്ങനെ ആയിരിക്കത്തേ ഉള്ളൂ. മൈൻഡ് കയ്യിൽ വെച്ചോണം, കണ്ടോളെ. ഞാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ ഈസി ആയിട്ട് പോയി എഴുതി എടുക്കുമെന്ന് കോൺഫിഡൻസോടെ ചിന്തിക്കാൻ പറ്റണമെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ പണിക്ക് നിൽക്കാവൂ. ഓക്കെ അല്ലേ? മനസ്സിലായ? ഓക്കെ, ഞാൻ ഈസി ആയിട്ട് ഞാൻ പോയി എഴുതി എടുക്കും. നിങ്ങളെ മനസ്സിനെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കണം, കേട്ടോ. നെഗറ്റീവ് ആവാതെ മനസ്സിനെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മാത്രമേ ഉപയോഗമുള്ളൂ. അല്ലാതെ എനിക്ക് വയ്യ എന്നും പറഞ്ഞുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ, കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്? ശരി, നോക്കിയോ. 41ാമത്തെ വയസ്സിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കാൻ വേണ്ടി ഇറങ്ങുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 41 വയസ്സുള്ള അയാള് എനിക്ക് വയ്യ, എനിക്ക് ഇത്രയും പ്രായം, എന്നെ കൊണ്ട് വയ്യെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ വർഷം അയാളെ കുറിച്ച് ആരെങ്കിലും സംസാരിക്കുമായിരുന്ന? അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി ആരെങ്കിലും സംസാരിക്കുക, അല്ലെങ്കിൽ അയാളെ ഓർക്കെങ്കിലും ചെയ്യുമായിരുന്ന? അയാൾ ഇറങ്ങി പെർഫോം, ഞാൻ മുന്നോട്ട് വരുന്നു, എനിക്ക് എന്നെ കൊണ്ട് പറ്റും, ഞാൻ കളിക്കും എന്നും പറഞ്ഞുകൊണ്ട് അയാൾ ഇറങ്ങി നിൽക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നു? ലോകം മുഴുവൻ അയാളെ സപ്പോർട്ട് ചെയ്യുന്നു. അതത്രേ ഉള്ളൂ. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്യുമെന്ന് ഉറപ്പിച്ച് മുന്നോട്ട് നിൽക്കുന്നവരെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഈ നേച്ചർ ആയാലും അല്ലെങ്കിൽ ഈ ലോകമായാലും സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കിക്കണം. വയ്യെങ്കിൽ നീ അങ്ങോട്ട് മാറിയില്ലെന്ന് പറയും, അത്രേ ഉള്ളൂ. ഓക്കെ, അല്ലാതെ നിർബന്ധിച്ചാരും കൊണ്ടുവരാൻ പോകുന്നില്ല. അത് ഓർത്തോണം. സോ പറഞ്ഞ് മനസ്സിലാക്കുക മൈൻഡിനെ. എനിക്ക് പറ്റും, എന്നെ കൊണ്ട് പറ്റുന്ന കാര്യം തന്നെയാണെന്ന് സ്വയം പറഞ്ഞ് മനസ്സിലാക്കുക, കേട്ടാ. അതനുസരിച്ച് പെരുമാറുക. ശരി, ഇനി അടുത്ത് തിരിച്ചു ചോദിക്കുകയാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ, അതായത് അയിരിന് സാന്ദ്രത കൂടുതൽ, അപദ്രവ്യത്തിന് സാന്ദ്രത കുറവ്. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, അതാണ് ശരിയായിട്ടുള്ള കാര്യം, ശരിയായിട്ടുള്ള വാക്ക് അതാണ്. ഓക്കെ, പോരാടുന്നവൻ മുന്നോട്ട് പോകും. അടുത്ത് അയിരിന് സാന്ദ്രത കുറവ്, അപദ്രവ്യത്തിന് സാന്ദ്രത കൂടുതൽ. അയിരിന് സാന്ദ്രത കുറവ്, അപദ്രവ്യത്തിന് സാന്ദ്രത കൂടുതൽ. ഉപയോഗിക്കുന്ന മാർഗം ഏതാണ്? അയിരിന് സാന്ദ്രത കുറവ്, അപദ്രവ്യത്തിന് സാന്ദ്രത കൂടുതൽ. ഉപയോഗിക്കുന്ന മാർഗം ഏതാ പിള്ളേരെ? പ്ലവന പ്രക്രിയ. ഏതാണ്? പ്ലവന പ്രക്രിയ. അയിരിന് സാന്ദ്രത കുറവാണ്, അപദ്രവ്യത്തിന് സാന്ദ്രത കൂടുതലാണെങ്കിൽ ഉപയോഗിക്കുന്ന മാർഗം പ്ലവന പ്രക്രിയ. ഏതാണ്? പ്ലവന പ്രക്രിയ. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്? ഇനി അടുത്ത് അയിരിനോ അപദ്രവ്യത്തിനോ കാന്തിക സ്വഭാവമുണ്ടെങ്കിൽ, ഉപയോഗിക്കുന്ന സാന്ദ്രണ രീതിയാണ് എന്ന് പറയുന്നത് കാന്തിക വിഭജനം. അയിരിനോ അപദ്രവ്യത്തിനോ കാന്തിക സ്വഭാവം ഉണ്ടെങ്കിൽ, കാന്തിക സവിശേഷത ഉണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന സാന്ദ്രണ മാർഗമാണ് ഏത്? കാന്തിക വിഭജനം. ഏതാ കുട്ടികളെ? കാന്തിക വിഭജനം. ഓക്കെ, അടുത്ത
അലുമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റിന്റെ സാന്ദ്രണ രീതി, അലുമിനിയത്തിന്റെ അയിരായിട്ടുള്ള ബോക്സൈറ്റിന്റെ സാന്ദ്രണ രീതി ഏതാ കുട്ടികളെ? അത് ലീച്ചിങ് ആണ്. അലുമിനിയത്തിന്റെ അയിരായിട്ടുള്ള ബോക്സൈറ്റിന്റെ സാന്ദ്രണ രീതി ഏതാ കുട്ടികളെ? ലീച്ചിങ് ആണ്. ലീച്ചിങ്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ബോക്സൈറ്റ് അലുമിനിയത്തിന്റെ അയിരാണെങ്കിൽ ക്രയോലൈറ്റ് അലുമിനിയത്തിന്റെ അയിരാണോ അല്ലേ? ബോക്സൈറ്റ് അലുമിനിയത്തിന്റെ അയിരാണെങ്കിൽ ക്രയോലൈറ്റ് അലുമിനിയത്തിന്റെ അയിരാണോ അല്ലേ? ബോക്സൈറ്റ് അലുമിനിയത്തിന്റെ അയിരാണെങ്കിൽ ക്രയോലൈറ്റ് നിങ്ങൾക്ക് ചോദിക്കും. നമുക്ക് പലർക്കും പറ്റുന്ന അബദ്ധമാണ്, നമ്മൾ ബോക്സൈറ്റ് മാത്രം കൊണ്ടുപോകും. അവര് ബോക്സൈറ്റ് ഇപ്പൊ 1, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ട് ബോക്സൈറ്റും ക്രയോലൈറ്റ് ഒക്കെ നിങ്ങൾക്ക് തരാറുണ്ട്. ബോക്സൈറ്റ് മാത്രമല്ല, ക്രയോലൈറ്റും അലുമിനിയത്തിന്റെ അയിരാണ്. ഓക്കെ, ബോക്സൈറ്റ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സംസ്ഥാനം ഏതാ? ബോക്സൈറ്റ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സംസ്ഥാനം ഏതാ കുട്ടികളെ? പറഞ്ഞു തന്നിട്ടുള്ളതാ. ബോക്സൈറ്റ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒഡീഷയാണ് അല്ലേ? ഒഡീഷയാണ് കേട്ടോ. ബോക്സൈറ്റ് ഏറ്റവും കൂടുതൽ ഒഡീഷ. ഓക്കെ, കേരളത്തില് ബോക്സൈറ്റ് നിക്ഷേപമുള്ള പ്രദേശം ഏതാണ്? കഴിഞ്ഞ മാർക്ക് ചെയ്തെടുത്താ കൊടുത്ത് ചോദിച്ചോണേ എടാ. ഓക്കെ, കേരളത്തിൽ ബോക്സൈറ്റ് നിക്ഷേപമുള്ള എവിടെ കുട്ടികളെ? നീലേശ്വരമാണല്ലേ? കേരളത്തിൽ എവിടെയാണ് ബോക്സൈറ്റ് നിക്ഷേപമുള്ളത്? നീലേശ്വരം കാസർഗോഡ്. കേരളത്തിൽ ബോക്സൈറ്റ് നിക്ഷേപമുള്ളത് നീലേശ്വരം കാസർഗോഡ് കേട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്.